അലൈക്കും. ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണ്. ബസ്മതി അരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുകയാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിക്കിന് അന്ന് നല്ലതായിരുന്നു. ഇനിയിപ്പോൾ ഒന്നുകൂടി നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കി വെക്കണം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി അരിഞ്ഞ് ലേശം ഉപ്പ് മാത്രം ഇട്ടിട്ട്, ഓയിലൊന്നും ഒഴിക്കാതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടാൻ വേണ്ടി വെച്ചതാണ്. അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്യും. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ തക്കാളി ഇതൊക്കെ ഇടും കാണിക്കും. അതുപോലെ തന്നെ ബീഫ് ജസ്റ്റ് ഒന്ന് വേവിക്കലില്ല സാധാരണ ഞാൻ വെക്കുമ്പോൾ. ഇന്ന് ഞാൻ വെക്കണമെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഈ ഇറച്ചി കണ്ടപ്പോൾ ഇച്ചിരി മൂപ്പുള്ളതായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഒരാവിക്ക് ഞാൻ വെക്കുകയാണ്. ഒരാവി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇടും. തക്കാളി, മല്ലിയില, പുതിന ഇല, ഇത് ഞാനിപ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അരയ്ക്കും. ഓയിൽ ഒഴിച്ച് ഉള്ളിൻ്റെ അകത്ത് ഓയിൽ ഒഴിച്ച് ഒന്നതാ ജസ്റ്റ് വാടണുള്ളേ, നല്ലോണം വാടണമൊന്നുമില്ല. അതിൻ്റെ അകത്തേക്ക് ഇതാ തക്കാളി ഇട്ട് തക്കാളി ഒന്ന് നല്ലോണം ഒന്ന് ഗ്രേവി ആവണം. ജസ്റ്റ് നാരങ്ങ ഒരു നാരങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്, അത് നേരിട്ട് അതിൻ്റെ അകത്തേക്ക് തന്നെ ചെയ്യാം. ഒരു നാരങ്ങ ഒരു കിലോന് ഉള്ള അരിയല്ലേ, ഒരു നാരങ്ങ മതി. പണ്ടൊക്കെ ബിരിയാണി വെക്കുമ്പോൾ കണ്ടമാനം സാധനമാണ്, ഇപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ സാദാ ചോറ് വെക്കുന്നതിനെക്കാട്ടി എളുപ്പം ബിരിയാണിയാണ്, അത്രയും ചിലവുമില്ല. കരിവേപ്പ്, മല്ലിയില, പുതിന, തക്കാളി ഒന്ന് നല്ലോണം അരിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ തക്കാളി അങ്ങനെ ഒന്നും ഇല്ല. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് വഴഞ്ഞിട്ടില്ല. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് മിക്സിയിൽ അരച്ചോളൂ. ആയിട്ട് ബാക്കി മസാല ചേർക്കാം. കുറച്ച് തൈര്, കുറച്ച് മതി, തോന്നൊന്നും വേണ്ട. ഇത് ബിരിയാണി ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്. എല്ലാ സാധനവും ഉണ്ട്, ബിരിയാണീൻ്റെ എല്ലാ സാധനവും ഉണ്ട്, വീട്ടിൽ പൊടിച്ചതാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഞാൻ ഇതിലേക്ക് ഇടും. ഓയിലൊക്കെ അത്യാവശ്യം ഒഴിച്ചിരിക്കുന്നത്, എന്നിട്ടാണ് ഉള്ളി വാട്ടിയത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ചോറ് വേവ് അനുസരിച്ച് ഇതിൻ്റെ മേലെ ഇട്ട് ഒന്ന് ആവിക്ക് വെക്കുന്നത് പണിയുള്ളൂ. പിടിക്കണ്ടോ മയ്യത്ത് കുടിച്ചോ? പറയണ്ട അമ്മായി പറഞ്ഞിട്ട് രസമില്ല. അമ്മായി ഈ കയ്യിൽ നോക്കി മാറ്റി. കയ്യിൽ അങ്ങനൊക്കെ തന്നെയാണ്, അതിനൊന്നും കുഴപ്പമില്ല. കയ്യിലിപ്പോൾ എല്ലാ പേരേലും കയ്യിലുണ്ടായിട്ടാ. ഓ ക്യാമറന്റെ മുന്നേ വെച്ചിട്ട് കിട്ടണ കാണില്ല. വെള്ളം ഒഴിക്കാൻ വരും. ആ വെള്ളം നോക്കി കണ്ടോ. ലാസ്റ്റ് പിടിച്ചാളൊന്നും പറയണ്ടോ? പിടിക്ക്. അതിൻ്റെ മേലെ ഇട്ട് അത്ര തന്നെ ഉള്ളൂ ബിരിയാണി. ബിരിയാണി എന്ന് പറഞ്ഞാൽ വലിയ ആനകാരിയൊന്നുമല്ല ഇപ്പോൾ.
ഇവിടെ ശരിയാ ബിരിയാണിക്ക് എല്ലാം പാവ് കാണാം